കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, തൃപ്തി വരുത്തുന്ന ദൈവം, എല്ലാവരും തിന്ന് തൃപ്തരായി എന്ന് ഇവിടെ കാണുന്നു. ഈ ലോകത്ത് നാം മനുഷ്യരെ നോക്കുമ്പോൾ ഏത് കാര്യത്തിനും തൃപ്തിയില്ലാത്ത ഒരു ലോകത്താണ് നമ്മുടെ ജീവിതം. അതേപോലെ തന്നെയാണ് കൊച്ചു പിള്ളേരായാലും വലിയ ആൾക്കാരെടുത്താലും. നാം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു 13-ാമത്തെ വാക്യം തൊട്ട് നാം അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, യേശു പോയ സ്ഥലത്തെല്ലാം ഒരു വലിയൊരു കൂട്ടം പുരുഷാരം യേശുവിനെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. അത് രോഗസൗഖ്യത്തിനായി യേശുവിൻ്റെ പിന്നാലെ കൂടിയവരുണ്ട്, കഴിക്കുവാൻ വേണ്ടി പിന്നാലെ കൂടിയവരുണ്ട്, വചനം കേൾക്കുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം പിറകേന്ന് നടന്നവരുണ്ട്. അപ്പോൾ അന്നാണെങ്കിൽ യേശു ഒരു മരുഭൂമിയിൽ തനിച്ചു പോയപ്പോൾ അവിടെ വലിയൊരു പുരുഷാരം കാൽനടയായി താനിരുന്ന സ്ഥലത്ത് അങ്ങനെ തേടി കണ്ടുപിടിച്ച് പോയി. അപ്പോൾ ഈ ജനങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ട് മനസ്സലിഞ്ഞ് ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി എല്ലാം ചെയ്തു. പക്ഷേ ഇവർ തിരിച്ച് വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഇവരെ പറഞ്ഞയക്കണം, ഇവർ ഗ്രാമങ്ങളിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള ആ ഭക്ഷണങ്ങൾ വാങ്ങട്ടെ എന്ന്. അപ്പോൾ യേശു അവിടെ പറയുകയാണ്, അവർ പോകണ്ട, നിങ്ങൾ അവർക്ക് കഴിപ്പാൻ കൊടുപ്പിൻ എന്ന്. ആ സമയത്ത് അവിടെ അവർ പറയുകയാണ്, ഇവിടെ 5 അപ്പവും 2 മീനും അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന്. അപ്പോൾ ഒരു വലിയൊരു കൂട്ടം ജനം ഉണ്ടായിരുന്നു. അപ്പം താഴത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പറയാമെന്ന്, പുരുഷന്മാർ മാത്രം 5000 പേരുണ്ടായിരുന്നു എന്ന്. നമുക്കറിയാം, ഒരു കൂട്ടത്തിലാകുമ്പോൾ പുരുഷന്മാരെക്കാളും ഏറെ അധികം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ അവരെ ഒരു പുൽമേട്ടിലിരിക്കുവാൻ പറഞ്ഞിട്ട് അവിടെ പന്തിയായിട്ട് ഇരുത്തിയിട്ട് ഈ അപ്പത്തെയും ഈ മീനിനെയും സ്വർഗത്തിലേക്ക് നോക്കി അതിനെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് അതിനെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് കൊണ്ട് വിളമ്പുവാൻ. അപ്പോൾ ഈ വിളമ്പിയതിന് ശേഷം അവർ വീണ്ടും അതിൽ 12 കുട്ട നിറയെ മിച്ചവും എടുത്തു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അല്പ പൈസ വരുമാനം, അല്ലെങ്കിൽ അല്പഭൂമി, അല്ലെങ്കിൽ ഒരു ചെറിയ ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ജോലി, അപ്പോൾ എവിടെയും എത്താതെ നാം അതൃപ്തരായിട്ട് നമ്മുടെ മക്കളെ കാര്യങ്ങൾ നോക്കുവാൻ പറ്റാതെ ഇന്നത്തെ വിലവാശി എല്ലാം കൊണ്ട് നാം വലയുന്ന ഈ സമയത്ത് കർത്താവ് തൃപ്തനായി നടത്തുന്ന ഒരു ദൈവമാണ് എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വചനം അധികമായി പഠിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ഉള്ളതിൽ തൃപ്തിയാകുവാൻ, അതിൽ നിന്ന് മിച്ചം തരുവാനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ്റെ സന്തതിക്ക് അനുഗ്രഹങ്ങളെ വെച്ച് പോയതുപോലെ ഞാനും എൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹങ്ങളെ വെച്ച് പോവാൻ കർത്താവ് സഹായിക്കണമേ എന്ന്. പക്ഷേ കർത്താവ് ആ ഒരു പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കടഭാരങ്ങളൊക്കെ തീർത്ത് ഇന്ന് മക്കൾക്ക് അല്പം 2 മക്കൾക്കും കൊടുക്കുവാനും നമ്മെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥനയോട് കൂടെ ഇരുന്നാൽ അവൻ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് മിച്ചമെടുക്കും വണ്ണം നിങ്ങളെ നടത്തും. ഇപ്പോഴിരിക്കുന്ന കടഭാരം, കഷ്ടതകൾ, വേദനകൾ എല്ലാം മാറിപ്പോകും. ആയതുകൊണ്ട് കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിങ്ങളെ പുലർത്തും. ഒരിക്കലും നിങ്ങൾ അനാഥരായിട്ടോ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവരായിട്ടോ അലഞ്ഞു തിരിയുവാൻ അനുവദിക്കയില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഇന്നു ജനം കർത്താവെ പല രീതികളിൽ അതൃപ്തരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിശ്വസിച്ച് നിൻ്റെ വചനം കേട്ട നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ തരുന്നു. അവരെന്താവശ്യത്തിലായിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ൽ പരം ജനങ്ങൾക്ക് കഴിക്കുവാൻ കൊടുത്ത് മിച്ചം വരുത്തിയ എൻ്റെ ദൈവം, നിൻ്റെ മക്കൾക്ക് ഈ സമയം തൃപ്തിയായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ തൃപ്തിയായി ഭക്ഷിച്ച് കുടിച്ച് കർത്താവെ തൃപ്തിയായി മിച്ചമെടുത്തതുപോലെ ഇവരും ഇവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ നിറവേറ്റി മിച്ചമെടുക്കും വണ്ണം വരുമാനങ്ങളെ അനുഗ്രഹിച്ച് വാഴ്ത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.